കോഴിക്കോട് വളരെ നിർണായകമായ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നത് കോർപ്പറേഷനിലെയും ജില്ലാ പഞ്ചായത്തിലെയും പരാജയത്തിനപ്പുറത്ത് കോർപ്പറേഷൻ മേയറായി ഇനി ആര് കൊണ്ടുവരും എന്നുള്ളതാണ്. നിലവിൽ പരിഗണിക്കുന്നത് മുതിർന്ന അംഗമായിട്ടുള്ള തടമ്പാട്ട് താഴത്തു നിന്നുള്ള സദാശിവനെയാണ്. അതായത് സദാശിവൻ, ഉദയമംഗലത്തെ സദാശിവൻ, അദ്ദേഹം വിജയിച്ചത് 379 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് തടമ്പാട്ട് താഴത്തു നിന്നും അദ്ദേഹം വിജയിച്ചത്. മാത്രമല്ല നേരത്തെ കൗൺസിലറായി പരിചയമുള്ള ആൾ കൂടിയാണ്. നിലവിലെ കൗൺസിലിൽ ഇനിയിപ്പോൾ പുതിയതായി വന്ന കൗൺസിലർമാരിൽ സീനിയറായിട്ടുള്ള നേതാവാണ്. പാർട്ടി തലത്തിലും ഒക്കെ സീനിയറായിട്ടുള്ള ആളാണ്. അതല്ലാതെ മറ്റ് പേരുകൾ കൂടി പാർട്ടി നേതൃത്വം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ബേപ്പൂർ പോർട്ടിൽ നിന്നുള്ള ബേപ്പൂർ പോർട്ടിൽ നിന്നും വിജയിച്ച കെ രാജീവ് വിജയിച്ചത് 230 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. മറ്റൊന്ന് ജയശ്രീയുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും കാര്യമായ രീതിയിൽ ഇത്തവണ ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ മേയർ സ്ഥാനത്തേക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും ഒരേ സമയം അത് വ്യക്തമായൊരു ഭൂരിപക്ഷമില്ലാത്ത ഘട്ടത്തിൽ വനിതകളെ പരിഗണിക്കണം എന്ന കാര്യവും ജില്ലാ സെക്രട്ടേറിയറ്റ് ആലോചിച്ചു വരികയാണ്. കൂടുതലായിട്ടും ഉദയത്ത് സദാശിവനാവാനാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അത്തരം ചർച്ചകളിലേക്കാണ് CPM ജില്ലാ നേതൃത്വം ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ 15 സീറ്റുകൾ വരെ കുറയുന്ന ഒരു സാഹചര്യം എങ്ങനെയുണ്ടായി, 4 സീറ്റുകൾ അധികം പ്രതീക്ഷിച്ചിട്ടും 15 സീറ്റുകൾ കോർപ്പറേഷനിൽ കുറയുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭരണം എങ്ങനെ കൈവിട്ടു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി പാർട്ടി നേതൃത്വം പരിശോധിക്കുന്നുണ്ട്. അതിന് കാരണമായ സംസ്ഥാന തലത്തിലുണ്ടായ പൊതുവായ ഭരണവിരുദ്ധ വികാരം മാത്രമാണോ ഇവിടെ അലയടിച്ചത്? അതിനപ്പുറത്തേക്ക് പ്രാദേശികമായ ചില തർക്കങ്ങൾ കൂടി പാർട്ടിക്ക് ഏറ്റവും ശക്തമായ അടിത്തറയുള്ള കോഴിക്കോട് ജില്ലയിൽ പ്രതിഫലിച്ചോ തുടങ്ങിയ കാര്യങ്ങളാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം എന്ത് ചെയ്യണം എന്ന് സംബന്ധിച്ച ഒരു ചർച്ചകളും, ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ജയശ്രീയെ കൊണ്ടുവരണമോ, നിലവിലെ കൗൺസിലിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ് അവർ, അതിനപ്പുറത്തേക്ക് ഉള്ള മറ്റ് ഇടപെടലുകൾ നടത്തണമോ എന്ന കാര്യവുമാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നത് CPMൻ്റെ ജില്ലാ സെക്രട്ടറി M. മെഹബൂബിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള മന്ത്രി PA മുഹമ്മദ് റിയാസ്, ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള P. മോഹനൻ മാസ്റ്റർ, കൂടാതെ CP മുസാഫർ അഹമ്മദ് അടക്കമുള്ള എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഇന്നത്തെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. പ്രധാനമായും പരാജയ കാരണങ്ങൾ വിലയിരുത്തി ഒരു ശക്തമായ തിരുത്തി മുന്നേറ്റം നടത്താനുള്ള ഒരു തിരിച്ചുവരവിനുള്ള ഒരു കാര്യം കൂടിയാണ് പാർട്ടി നേതൃത്വം ഇന്ന് ആലോചിക്കുന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.